പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് CBI കളിച്ചാലും ശരിയാവുന്ന ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ CPM-ഉം BJP ഇപ്പോൾ ഒരേ തൂവൽ പക്ഷികളായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, സോണിയാഗാന്ധിനെ വിചാരണ ചെയ്യണം. ഇപ്പോൾ ശരിക്ക് ശിവൻകുട്ടി സംഘിക്കുട്ടിയായിട്ട് മാറി, CPI-കാരൻ്റെ മുദ്രാവാക്യം പോലെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് CBI കൊണ്ട് കോൺഗ്രസിനെതിരായിട്ട് ഓരോ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഞങ്ങൾ അതുകൊണ്ടൊന്നും ഭയപ്പെടില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇതൊന്നും ബാധിക്കില്ല. CBI അല്ല, ഏത് IB അന്വേഷിച്ചാലും ശരി, ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടയായിട്ട് മുന്നോട്ട് നീങ്ങും. എങ്ങനെ അല്ല, ഇനി ഒരുപാട് അന്വേഷണം പലരുടെ പേരിലൊക്കെ പ്രഖ്യാപിക്കും. അതിന് ഞങ്ങൾ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. ഈ ഒരു അന്വേഷണം കൊണ്ട് ഞങ്ങളെ തളർത്താൻ പറ്റില്ല. ഇത്തവണ ഇലക്ഷനിൽ UDF ജയിച്ചിരിക്കും, ആരെന്തൊക്കെ അഭ്യാസം കളിച്ചാലും ശരി. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് പ്രതികരിച്ചത്. കെ മുരളീധരനും മറ്റു നേതാക്കളെ പോലെ തന്നെ ഈ CBI അന്വേഷണ ശുപാർശയെ തള്ളിക്കളയുകയാണ്. ഇതിലൊന്നും ഭയപ്പെടുന്നവരല്ല കോൺഗ്രസ്സുകാർ എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിനും UDF-നും വലിയ പ്രതിസന്ധി തീർത്തുകൊണ്ടാണ്, വലിയ കുരുക്ക് തീർത്തുകൊണ്ടാണ് വിജിലൻസ് CBI അന്വേഷണത്തിനുള്ള ശുപാർശ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.